കായംകുളം നഗരസഭാ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 45 ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതലയേറ്റു. വരണാധികാരി ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ KM മാത്യൂസ് ഏറ്റവും മുതിർന്ന അംഗമായ ഹസൻ കോയയ്ക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തുടർന്ന് ഹസൻ കോയ മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. കായംകുളം നഗരസഭാ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ച 45 ജനപ്രതിനിധികളും സത്യപ്രതിജ്ഞ ചെയ്തു. നഗരസഭാ ഓഫീസിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ പന്തലിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. വരണാധികാരി ജില്ലാ എംപ്ലോയ്മെന്റ് ഓഫീസർ KM മാത്യൂസ് ഏറ്റവും മുതിർന്ന അംഗമായ ഹസൻ കോയയ്ക്ക് ആദ്യം സത്യവാചകം ചൊല്ലിക്കൊടുത്തു. തെരഞ്ഞെടുക്കപ്പെട്ട ഹസൻ കോയ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യം യഥാവിധേയം വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിയും അറിവും വിവേചന ശക്തിയും ഉപയോഗിക്കുമെന്നും നിർവഹിക്കുമെന്നും ഈശ്വര നാമത്താൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. തുടർന്ന് ഹസൻ കോയ മറ്റുള്ളവർക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തു. വാർഡ് ക്രമത്തിലായിരുന്നു ഓരോരുത്തർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത്. വാഹനാപകടത്തിൽ പരിക്കേറ്റ മിനി സലീം കാറിലിരുന്നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സത്യപ്രതിജ്ഞാ ചടങ്ങുകൾക്ക് ശേഷം ആദ്യ കൗൺസിൽ യോഗം ഹസൻ കോയയുടെ അധ്യക്ഷതയിൽ ചേർന്നു. സത്യപ്രതിജ്ഞ ചെയ്തവരിൽ 25 വനിതകളും 20 പുരുഷന്മാരുമാണ് ഉള്ളത്. സത്യപ്രതിജ്ഞാ ചടങ്ങിന് വൻ ജനാവലിയാണ് സാക്ഷിയായത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ, വിവിധ സംഘടനകളുടെ പ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ തുടങ്ങിയവർ സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. CDNet ന്യൂസ് കായംകുളം.